ഓം ശാന്തി. ഒരിക്കൽ ദ്രോണാചാര്യർ തൻ്റെ ശിഷ്യന്മാരെ അഭ്യസിപ്പിച്ചുകൊണ്ടിരിക്കെ ഒരു കുട്ടി അദ്ദേഹത്തിൻ്റെ ശിഷ്യനാവാനുള്ള ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് വന്നു. വളരെ മിടുക്കനാണെങ്കിലും അദ്ദേഹത്തിന് തൻ്റെ പ്രതിജ്ഞ കാരണം കൊണ്ട് തന്നെ ആ കുട്ടിയെ പഠിപ്പിക്കാനായില്ല. ദ്രോണാചാര്യർ കൗരവരെയും പാണ്ഡവരെയും മാത്രമേ പഠിപ്പിക്കൂ എന്ന്, കുരുവംശ രാജാക്കന്മാരെ മാത്രമേ പഠിപ്പിക്കൂ എന്ന് പ്രതിജ്ഞ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കുഞ്ഞിനെ പഠിപ്പിക്കാൻ ദ്രോണാചാര്യർക്കായില്ല. വിഷമത്തോടെയാണെങ്കിലും അദ്ദേഹം ആ കുട്ടിയോട് മറ്റാരുടെയെങ്കിലും അടുത്ത് പോയിട്ട് പഠിക്കാൻ ആവശ്യപ്പെടുകയാണ്. പക്ഷെ ആ കുട്ടിക്ക് ദ്രോണാചാര്യർ തന്നെ തൻ്റെ ഗുരുവായി കിട്ടണമെന്ന് അതിയായ ആഗ്രഹമായിരുന്നു. പഠിപ്പിക്കാനായിട്ട് അദ്ദേഹം തയ്യാറല്ലെങ്കിലും പലപ്പോഴും ആ കുട്ടി ഒളിച്ചിരുന്നു കൊണ്ട് അദ്ദേഹം പഠിപ്പിക്കുന്ന കാര്യങ്ങളെ കണ്ടുപഠിച്ചു. തൻ്റെ വീട്ടിൽ പോയിട്ട്, ആദിവാസിയായ ഒരു കുട്ടിയായിരുന്നു, വീട്ടിൽ പോയിട്ട് അവിടെ ദ്രോണാചാര്യർ ഒരു പ്രതിമ ഉണ്ടാക്കി വെച്ച് അതിനെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് ഗുരുവിൻ്റെ മുന്നിൽ സമർപ്പിച്ച് തൻ്റെ ആയുധ പരിശീലനം നടത്തുകയാണ്. കാലം കഴിഞ്ഞു പോയി. അർജുനനും പാണ്ഡവന്മാരും കൗരവന്മാരും മിടുക്കന്മാരായിട്ടുള്ള ആയുധാഭ്യാസികളായി. ഒരു ദിവസം വേട്ടയ്ക്ക് വേണ്ടി ദ്രോണാചാര്യരും ശിഷ്യന്മാരും കൂടി കാട്ടിലേക്ക് പോയി. ഒരു നായ അവർക്ക് മുന്നേ പോകുന്നുണ്ടായിരുന്നു. ആ നായ ഒരു സ്ഥലത്ത് ഉള്ളിൽ നിന്ന് ഭയങ്കര കുരയ്ക്കുന്ന ശബ്ദം കേട്ടു. പെട്ടെന്ന് നായയുടെ ശബ്ദം ശാന്തമായി. തിരിച്ചാ നായ അവരുടെ അടുത്തേക്ക് വരികയാണ്. വായിൽ 7 അസ്ത്രങ്ങൾ ഒന്നിച്ച് തറച്ചതായിട്ടുള്ളതിൽ കണ്ടപ്പോൾ ദ്രോണാചാര്യർ അത്ഭുതപ്പെട്ടു പോയി. എനിക്ക് മാത്രം അറിയുന്ന ഒരു വിദ്യയാണല്ലോ ഇത്, ആരാണ് ഇത് അയച്ച വില്ലാളി എന്നറിയാൻ വേണ്ടി അദ്ദേഹം പോയി തിരയുകയാണ്. അങ്ങനെയാണ് ദ്രോണാചാര്യർ ഈ ബാലകനെ കണ്ടെത്തുന്നത്. ആ ബാലകൻ്റെ പേര് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, ഏകലവ്യൻ. ഏകലവ്യൻ്റെ അടുത്ത് അദ്ദേഹം ചോദിച്ചപ്പോൾ, അങ്ങൻ്റെ ഗുരുവാണ്, അങ്ങയെ മനസ്സിൽ പ്രതിഷ്ഠിച്ചുകൊണ്ട് ഞാൻ നിരന്തരമായിട്ട് അഭ്യസിച്ചതിലൂടെ ഈ വിദ്യ നേടിയെടുത്തു എന്ന് അദ്ദേഹം പറയുകയാണ്. വാസ്തവത്തിൽ നിരന്തരമായിരിക്കുന്ന അഭ്യാസം വിജയിക്കാനുള്ള ഒരേ ഒരു മന്ത്രം അത് തന്നെയാണ്. ഇത് അർജുനൻ്റെ കഥയിലും കേട്ടിട്ടുണ്ട്. അയച്ച സ്ഥലത്ത് കൃത്യമായി തൻ്റെ അസ്ത്രത്തെ കൊള്ളിക്കാൻ പറ്റാതെ വന്നപ്പോൾ 3-4 ദിനരാത്രങ്ങൾ രാവും പകലും ഊണും ഉറക്കവുമില്ലാതെ നിരന്തരമായിട്ട് അഭ്യസിച്ചിട്ടാണ് അർജുനൻ അസ്ത്രവിദ്യയിൽ സമർത്ഥനെന്ന് ഗുരുവിൻ്റെ വരദാനം കിട്ടും വരെ മുന്നോട്ട് പോയതെന്ന് കേട്ടിട്ടുണ്ട്. ഏത് കാര്യവും അങ്ങനെയാണ്. നിരന്തരമായിട്ട് അഭ്യസിക്കുകയാണെങ്കിൽ, നമ്മുടെ മനസ്സിനുള്ളിൽ ഇച്ഛയും സമർപ്പണവും ഉണ്ടെങ്കിൽ നേടിയെടുക്കാൻ പറ്റാത്ത ഒരു കാര്യങ്ങളുമില്ല. എല്ലാ മനുഷ്യന്മാരും ഇന്ന് ഏതൊക്കെ ഫീൽഡിൽ ആരൊക്കെ എക്സ്പേർട്ടായിട്ട് തിളങ്ങുന്നുണ്ടോ അവരൊക്കെ തന്നെ നിരന്തരമായ സാധനയിലൂടെ മുന്നോട്ട് വന്നവരാണ്. നിങ്ങൾക്കൊരു 1% ഈശ്വരൻ്റെ വരദാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ 99% തൻ്റെ അധ്വാനം കൊണ്ട് നേടിയെടുക്കേണ്ടത് നമ്മുടെ കർത്തവ്യമാണ്. ഇന്ന് മനുഷ്യന്മാർ 50% ഒരു കാര്യം ഭഗവാന്റെ വരം കിട്ടിയിട്ടുണ്ടെങ്കിൽ പോലും എനിക്ക് സാഹചര്യം മോശമായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ മുന്നേറാതിരിക്കുമ്പോൾ നമുക്ക് ഈശ്വര നിന്ദയാണത്. അതുകൊണ്ട് ഭഗവാൻ നമുക്ക് തന്നതായിട്ടുള്ള വരദാനത്തിനെ, കലകളെ, ശക്തികളെ, നിങ്ങൾക്കുള്ളതായിരിക്കുന്ന സ്പെഷ്യലായിരിക്കുന്ന കഴിവിനെ അത് കുറച്ചാണുള്ളതെങ്കിൽ പോലും നിരന്തരമായിട്ട് അതിനെ അഭ്യസിക്കുകയും പഠിക്കുകയും പരിശീലിപ്പിക്കുകയും ചെയ്തുകൊണ്ട് അതിൽ മുന്നേറുകയാണെങ്കിൽ നിങ്ങളെ വിജയത്തിൽ നിന്ന് മാറ്റി നിർത്താൻ മറ്റൊരാൾക്കും സാധ്യമല്ല. വിജയത്തിനുള്ള ഒരേ ഒരു മന്ത്രം നിരന്തരമായ അഭ്യാസമാണ്. ഏതൊരമ്മ ചപ്പാത്തി ഉണ്ടാക്കുന്നത് പോലും ഫാസ്റ്റായിട്ട് റൗണ്ടായിട്ട് ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒറ്റ ദിവസം കൊണ്ട് കയറി ഉണ്ടാക്കാൻ നോക്കിയാൽ നടക്കില്ല. ഏതൊരു ഫീൽഡിലും എക്സ്പെർട്ടായിട്ടുള്ള ആൾ 2 മിനിറ്റ് കൊണ്ട് ചെയ്യുന്ന കാര്യം അറിവില്ലാത്തവൻ 2 മണിക്കൂർ എടുക്കേണ്ടി വരും. കാരണം അഭ്യാസത്തിൻ്റെ കുറവാണ്. അതുകൊണ്ട് ജീവിതത്തിൽ ഏത് കാര്യം നിങ്ങൾ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും, ഏത് ഫീൽഡിൽ നിങ്ങൾ വിജയിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ഒരു കാര്യം നിർബന്ധമാണ്, നിരന്തരമായി ചെയ്തുകൊണ്ടേയിരിക്കൂ. എങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യത്തിൽ നിങ്ങൾ എക്സ്പേർട്ടാവും. നിത്യാഭ്യാസി ആനയെ എടുക്കുന്ന മലയാളത്തിൽ പറഞ്ഞ ചൊല്ലുണ്ടല്ലോ, അതുപോലെ ജീവിതത്തിൽ എന്തും നേടിയെടുക്കാൻ ആവശ്യം വിജയത്തിനുള്ള മന്ത്രം മറ്റൊന്നുമല്ല, നിരന്തരമായ പരിശ്രമമാണ്. അതുകൊണ്ട് നിരന്തരമായി പരിശ്രമിക്കുകയും മടിയെ മാറ്റിവെച്ചുകൊണ്ട് പരിശ്രമിക്കുകയും ചെയ്താൽ തീർച്ചയായിട്ടും ലക്ഷ്യത്തിൽ നിന്ന്, വിജയത്തിൽ നിന്ന് നിങ്ങളെ തടയാൻ ആർക്കും സാധ്യമല്ല. അങ്ങനൊരു വിജയം നിങ്ങൾക്ക് നേടാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.